വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഇന്ന് ഞങ്ങൾ വെറൈറ്റി ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയല്ലേ. ഞങ്ങളൊന്ന് മൂന്നാക്കുന്നുണ്ട് ഗൈസ്. മൂന്നാക്കേണ്ട ഒരു ചോട്ട ആളാണ്, ബാക്കി രണ്ട് വലിയ ആൾ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോ ഹാൻഡ് വേഴ്സസ് വൺ ഹാൻഡ് വേഴ്സസ് ടു ഹാൻഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ്. ഒന്ന് കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ ഈ സംഭവം നമ്മൾ ഇട്ട് നോക്കും. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ ഇത് ആർക്കാണോ കിട്ടുന്നത് അവർ ആ ചലഞ്ച് ഏതാണോ, വൺ ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് കഴിക്കാം, ടു ഹാൻഡ് ആണെങ്കിൽ രണ്ട് കൈ ഉപയോഗിച്ച് കഴിക്കാം, പിന്നെ നോ ഹാൻഡ് ആണെങ്കിൽ നമ്മൾ രണ്ട് കൈ പുറകോട്ട് വെച്ചിട്ട് നമ്മൾ ബാ മാത്രം ഉപയോഗിച്ച് കഴിക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചലഞ്ച് ആയിട്ട് വരുന്നത് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ഗൈസ് ഇത് നമ്മൾ ഈ 3 പേപ്പറിൽ നമ്മൾ എന്താണ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 പഴമാണ് എഴുതിയിരിക്കുന്നത്. 3 പഴം. നമ്മൾ ഈ 3 പഴം ആരെ എങ്ങനെ വെച്ച് കഴിക്കാൻ നമുക്ക് നോക്കാം. എടുത്തു. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചലഞ്ച് തുടങ്ങാം ഗൈസ്. ഇടാൻ പോവാണ്. നമുക്ക് ചോ കട വേണ്ടത് ടു ഹാൻഡാ. ടു ഹാൻഡ് വൺ ഹാൻഡ് കുഴപ്പമില്ല. ഇടാൻ പോവാണ് ഗൈസ്. എനിക്ക് നോ ഹാൻഡ് ശരി. നിനക്ക് രണ്ട് കൈ പിടിച്ച് സന്തോഷത്തോടെ കഴിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ലിഫ്റ്റൊക്കെ പോയി ഗൈസ്. പണത്തൊരു കണ്ടാ ഗൈസ് ഞാൻ തോന്നിരിക്കുന്നു. അപ്പൊ ഈ ചലഞ്ച് നമുക്ക് അവരായിട്ട് ഫസ്റ്റ് കൊടുക്കാം. 2 സെക്കൻഡ്. ഞാൻ തോന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ അടുത്ത നമുക്ക് ഇങ്ങനെ കുടുക്കി കുടുക്കി ഇതിലേക്ക് 2 ഹാൻഡ് 1 ഹാൻഡ് കിട്ടിയാൽ മതി. ഇത് പറ്റില്ല. നോ ഹാൻഡ്. ഇത് കുറച്ച് തുറന്നു വയ്ക്കണം, അല്ലെങ്കിൽ നടക്കില്ല. കുറച്ച് ഇത്തിരി എന്നാലേ കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഞാൻ ടു ഹാൻഡ് അല്ലേ, നിനക്ക് സുഖമായി കുടിക്കാം. സ്റ്റാർട്ട് പറയണ്ട. സ്റ്റാർട്ട് പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. രണ്ട് കാനുള്ളത് ഞാൻ കൈയെടുത്തു. മറ്റൊടത്ത് പോയി. നല്ല ടഫായിരുന്നു. എനിക്ക് ഇങ്ങനെ എടുത്തപ്പോഴേക്കും ഇവിടെ അങ്ങ് കയറി. അപ്പൊ ഞാൻ പകുതി തുപ്പിക്കളഞ്ഞു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല. ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് കണ്ട വീണ്ടും ഞാൻ തോറ്റു. ഞാൻ തോക്കാൻ കാരണമുണ്ട് ഗൈസ്. എനിക്ക് ഇങ്ങനെ കുടിച്ചപ്പോ എനിക്ക് അകത്തായി. അത് ഞാൻ തുപ്പിക്കളഞ്ഞു. അതിൽ അവനെ ജയിച്ചു. പിന്നെ ഫിഫ്റ്റിൽ അവരുടെ ജയിച്ചു. സെക്കൻഡ് അവനാണ്, കണ്ണനാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ബിസ്ക്കറ്റ് ആണ് ഗൈസ്. അപ്പൊ കവർന്ന് നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നോ ഹാൻഡ് ആയാലും ഞാൻ പൊട്ടും ഗൈസ്. നോ ഹാൻഡ് വേണം, വൺ ഹാൻഡ് വേണം, ടു ഹാൻഡ് വേണം. കൈ പുറകോട്ട് വെക്കി. ഞാൻ പൗ കാണിച്ചു. പക്ഷെ ഞാൻ തോറ്റു സമ്മതിച്ചുട്ടാ. 1 2 3 സ്റ്റാർട്ട്.
അത് ജയിക്കാൻ വേണ്ടി ഹാൻഡ് വേണമെന്നില്ല. ഇപ്പൊ മനസ്സിലായി, അത് ജയിക്കാൻ വേണ്ടി ഹാൻഡ് വേണമെന്നില്ല. ബുദ്ധി മതി ബുദ്ധി. താഴെ തട്ടി. അതെന്താ അറിയോ, പൊട്ടേക്ക് വെച്ചപ്പോ എടുക്കാലോ. പക്ഷെ അവരുടെ വലിയ വായാണ്, അവന്റെ കുഞ്ഞു വായ. എന്റെ കുറച്ചുകൂടെ അങ്ങനെയാണോണ്ടാണ് അവരുടെ ജയിച്ചു. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് മൂന്നാമത്തെ 3 ചലഞ്ചിൽ അമ്മയുടെ ജയിച്ചിരിക്കുന്നു ഗായ്സ്. ഞങ്ങൾ എന്തിനാണ് ഇവിടെ? ഇതില്ല ഇതിൽ അല്ല അയ്യോ അപ്പൊ നോഹല്ലേ ഇതിലോ പൊട്ടു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ അവസാനിച്ചിരിക്കുമ്പോൾ ഒരു ചാലഞ്ചിൽ മാത്രം ഞാൻ ഫസ്റ്റ് ആയിരിക്കുന്നു. ബാക്കി 3 അവനാണ് ഫസ്റ്റ്. കണ്ണൻ ഇതിലെ ഈ റൗണ്ടിൽ ഫസ്റ്റ് ആവുകയാണ്. ഈ റൗണ്ടിൽ കണ്ണൻ ഫസ്റ്റ് ആവുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ 5ാമത്തെ ചാലഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത് ഓറഞ്ച് ആണ്. 2 ഓറഞ്ച് ഉള്ളു. അപ്പൊ നമ്മൾ 3 ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഓറഞ്ച് പകുതിയായിട്ട് നമ്മൾ പകുതിയാണ് കഴിക്കാൻ പോകുന്നത്. തൊലിയൊന്നും കളയുന്നില്ല. നോൺ ഹാൻഡ് കിട്ടുന്ന ആൾക്കാർ പാടുപെടും. സ്റ്റാർട്ട്. Two hand. Start. ഈ ചലഞ്ചിൽ അവനായിട്ട് ജയിച്ചിരിക്കുന്നു. 2 hand ആയി ഞാൻ സെക്കൻഡ്. ഇത് ഹാൻഡില്ല കഴിയും. നമുക്ക് വായിക്കകത്ത് എന്തോ പ്രവർത്തനം എനിക്കിതിന്റെ മെഴുകിട്ടുള്ള അച്ഛനെ ഇവരും അതെങ്ങനെ കയ്പും കുരുവൊക്കെ ചേർത്തിട്ട് അപ്പൊ അവനായിട്ട് ജയിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മുടെ 6ാമത്തെ ചലഞ്ചാണ് കേക്ക് ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതില്ല എന്ത് കിട്ടുന്ന. ഇതിൽ നോൺ ഹാൻഡ് കിട്ടിയവർക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് അവരുടെ ട്രൈ സൂപ്പർ. അപ്പൊ അവരുടെ അവരത് ഫേഷ്യൽ ചെയ്യാൻ പോണ് ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. No hand, 1 hand, 2 hand. പക്ഷെ 1 hand സെക്കൻഡ് ആയിരിക്കുന്നു. No hand ഫസ്റ്റ് ആയിരിക്കുന്നു. 2 hand മാത്രം തേർഡ്. ഇതാ ഗൈസ്. ഇത് നീക്കം. പറ്റില്ല നിർത്താതെ. ഇതിന് 1 hand ഇത് സെക്കൻഡ്. No hand first hand. 1 hand ആണെങ്കിൽ സെക്കൻഡ്. ഗൈസ് നമ്മൾ രണ്ടാളും വെറുതെ വന്നതാണ്. ഗൈസ് ഇതിൽ അവനാണ് ജയിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ചലഞ്ചിൽ അതെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 7ാമത്തെ ചലഞ്ചിൽ നമ്മൾ എത്തി. ഫൈനൽ ചലഞ്ചാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്തായാലും നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്
പഴം. ഫസ്റ്റ് പഴമായിരുന്നു, രണ്ടാമതായിരുന്നു Second. ഫിഷിന്റെ, പിന്നെ നമ്മൾ മഞ്ച് ചെയ്തു, പിന്നെ നമ്മൾ Biscuit. ബിസ്ക്കറ്റ് ചെയ്തു, കേക്ക് ചെയ്തു, ഓറഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫൈനൽ മാഗിയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആരാണ് വിജയിക്കുന്നത്? ഭൂരിപക്ഷം ഇപ്പൊ വോട്ടോടെ കൂടി മുന്നിൽ, വോട്ടില്ല, ഭൂരിപക്ഷത്തോടെ നിൽക്കുന്നത് അമലേട്ടനാണ്. അപ്പൊ സെക്കൻഡിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വൺ ഹാൻഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കും. 2 ഹാൻഡിനാണ് നമ്മൾ ഫോർക്കും സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോ ഹാൻഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മൗത്ത് ഉപയോഗിച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതിൽ എന്താ പ്രശ്നം അറിയോ? മൗത്ത് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ഇപ്പൊ കുറച്ചുകൂടെ അമ്മയുടെ വലിയ വായതുകൊണ്ടാണ് തോന്നുന്നത് ഗൈസ് എല്ലാം അകത്തോട്ട് പെട്ടെന്ന് പോകുന്നത്. നോ ഹാൻഡ് ാണ് ഫസ്റ്റ് വിജയിക്കുന്നത്. 2 ഹാൻഡ് ഞാൻ തോറ്റു. ഓക്കെ, നോ ഹാൻഡ്, വൺ ഹാൻഡ്. ഓക്കെ ഗൈസ്, അപ്പൊ ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോ ഹാൻഡ് ആണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് സെക്കൻഡ്. ഇറ്റ്സ് ഔട്ട്. ഓക്കെ ഗൈസ്, എനിക്ക് പറ്റില്ല. ഒരു കൈ യൂസ് ചെയ്യണം. തോറ്റില്ല എന്തായാലും. ഒരു കൈ യൂസ് ചെയ്യണം. 2 ഹാൻഡ് ഇട്ട് കണ്ണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. നോ ഹാൻഡ് ഇട്ട് ഞാൻ തേർഡ് അടിക്കുന്നു. ഇത് ഇപ്പോൾ ജയിച്ചോണ്ടിരുന്ന അമൃതാണ് ഇപ്പോൾ തോന്നി. 1 ഹാൻഡ് വേഴ്സസ് 2 ഹാൻഡ് വേഴ്സസ് നോ ഹാൻഡ് ഈറ്റിംഗ് ചലഞ്ചിൽ ഈ ഒരു ചലഞ്ചിൽ ഫുൾ ആയിട്ട് വിജയിച്ചിരിക്കുന്നത് അമലേട്ടനാണ്. ഫുള്ളായിട്ട്. സെക്കൻഡ് ജയിച്ചിരിക്കുന്നത് കള്ളനാണ്. തേർഡ് ജയിച്ചിരിക്കുന്നത് ഞാനാണ്. തോൽവില്ലത്. അപ്പൊ സെക്കൻഡ് നേടുന്നില്ല. ഫസ്റ്റ് നമ്മളെ ജയിച്ചിരിക്കുന്നത് അമലേട്ടനാണ്. കുഴപ്പമൊന്നും ഈ കുട്ടി ഞങ്ങളെ രണ്ടാമത്തെ ആണെന്നാണ് അമലേട്ടൻ. അതുകൊണ്ട് അവരുടെ ഒരു കാര്യമൊന്നുമില്ല ജയിച്ചതിന്. അമലേട്ടൻ വലിയ വായാണ്, അതുകൊണ്ടാണ് അവൻ ജയിച്ചത്. എന്നാലും എങ്ങനെയാണോ ഒന്ന് പറയില്ല. ഈ മാഗി കിച്ചണിൽ ഞാനാണ് പിന്നെ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ ചലഞ്ച്, നമ്മളെ 7 ചലഞ്ച് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു ചലഞ്ചിൽ ജയിച്ചത് ഏതാണ്? 5. ഞാൻ മീറ്റിംഗ് ചലഞ്ചിൽ ജയിച്ചു. കണ്ണൻ ജയിച്ചിരിക്കുന്നത് മാഗി ചലഞ്ചിലാണ്. ബാക്കി 5 എണ്ണത്തിലും ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിരിക്കുന്നത് അമ്മ മിസ്സാണ്. സമ്മാനമൊന്നുമില്ല ഗ്യാസ്. നിങ്ങൾ പറയുന്നത് സമ്മാനം കൊടുക്കണം, നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗ്യാസ്. അപ്പൊ ഞങ്ങളുടെ ഈ ചലഞ്ച് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ചലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.